നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം ചെയ്യേണ്ടതില്ല, നബി പഠിപ്പിക്കേണ്ടതില്ല, നബി പറയേണ്ടതില്ല ഒരു കാര്യം ദീനാകാൻ എന്നാണ് ഇപ്പൊ എ പി സുന്നികൾ പറയുന്നത്. സ്വഹാബികൾ ചെയ്യണമെന്നില്ല. മുജാഹിദുകൾ ഇത്രയും കാലം ജനങ്ങളോട് പറഞ്ഞ എന്താ? അല്ലാഹുവിന്റെ റസൂൽ എന്ത് ചെയ്തു, സ്വഹാബികൾ നബിയിൽ നിന്നെന്ത് മനസ്സിലാക്കി, അത് ഖുർആൻ സ്ഥിരീകരിച്ച കാര്യമാണ്. അതാണ് ഞാൻ ആദ്യമേ ഓതി വെച്ചത്. പക്ഷെ ഇപ്പോ ഇവരുടെ അങ്ങ് എറണാകുളത്തുനിന്ന് അങ്ങോട്ട് ഒരു വായാടി പ്രഭാഷകനുണ്ട്. ആ പ്രഭാഷകൻ ഫാറൂഖ് നഈമി എന്ന് പറയുന്ന ഒരു പ്രഭാഷകൻ. അയാൾ പറയാണ് നബി ചെയ്യണമെന്നില്ല ഒരു കാര്യം ദീനാകാൻ, സഹാബികൾ ചെയ്യണമെന്നില്ല ഒരു കാര്യം ദീനാകാൻ. അത് ഷറയിലുണ്ടായാ മതി. ഷറ പിന്നീട് ഉണ്ടായതാ? ആരുണ്ടാക്കിയതാ? ഹേയ്, ഇതെന്താ? ഇതാണ് ഇവരെന്താ പറയുന്നതെന്ന് ഇവർക്കറിയില്ല. അത്തരം ഒരു പ്രഭാഷണം ഒരു പുരോഹിതന്റെ, കാരണം ഇവർക്ക് എന്തറിയോ, മുടിയുടെ കാര്യത്തിൽ സനദില്ല എന്നറിയാം. ഇവർ ചെയ്യുന്ന പലതിനും റസൂലിന് തെളിവില്ല. അതുകൊണ്ട് അത് പറഞ്ഞു വെക്കുകയാണ്. നബി പഠിപ്പിക്കണമെന്നില്ല. കാരണം ആളുകൾ ശരം കണക്കെ ചോദ്യം തുടങ്ങി. നിങ്ങൾ ഈ ചെയ്യുന്നതിന് നബി ചെയ്തിട്ടുണ്ടോ? ഹദീസ് കാണിക്കാൻ വയ്യ. നിങ്ങൾ നിസ്കരിക്കുന്നത് തറാവീഹിന് ഹദീസ് തെളിവുണ്ടോ? കാണിക്കാൻ വയ്യ. നിങ്ങൾ കാണിക്കുന്ന ഈ നരനായാട്ടിന് ഇസ്ലാം തെളിവുണ്ടോ? കാണിക്കാൻ വയ്യ. അപ്പൊ പിന്നെ ഉസ്താദുമാര് അല്ലെങ്കിൽ മുസ്ലിയാക്കന്മാര് ആളുകൾക്കിടയിൽ പറയാണ് നബി ചെയ്യണമെന്നില്ല, സഹാബികൾ ചെയ്യണമെന്നില്ല ദീനാകാൻ. പിന്നെ ആര് ചെയ്യണോ? ഉസ്താദോ കാന്തവരോ ആര് ചെയ്താൽ അങ്ങക്ക് ദീനാവുക? ആ ഭാഗവും കൂടെ നിങ്ങളൊന്ന് കേൾക്കണം. ഒരു കാര്യം ഇസ്ലാമിൽ പ്രമാണമുണ്ടാകണമെങ്കിൽ, രേഖയാകണമെങ്കിൽ, സമ്മതിക്കണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവർത്തിച്ചു കൊള്ളണം എന്ന നിർബന്ധമില്ല. നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട വിഷയം. നബി തങ്ങൾ ചെയ്തോന്ന് ചോദിച്ചു വരുമ്പോ ചാടി വെള്ളം ഉണ്ടാക്കാൻ നിൽക്കണ്ട. ഒരു കാര്യം നബി തങ്ങൾ ചെയ്താലേ ഇസ്ലാമാകുന്നില്ല, ഒരു കാര്യം സഹാബികൾ ചെയ്താലേ ഇസ്ലാമാകൂ എന്നില്ല, ഒരു കാര്യം ഹദീസിൽ ഉണ്ടെങ്കിലേ ഇസ്ലാമാകൂ എന്നില്ല. ഒരു വിഷയത്തിന് ഇസ്ലാം പ്രാമാണികമായി പിന്തുണ നൽകണമെന്നേ ഉള്ളൂ. അല്ലാതെ നബിതങ്ങൾ ചെയ്തതേ ചെയ്യാവൂ എന്നില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതേ ചെയ്തുകൂടൂ എന്നില്ല. അടിസ്ഥാനപരമായി ഇസ്ലാമിൽ അംഗീകാരമുണ്ടാകണം. ഉദാഹരണം പറഞ്ഞാലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് LCD ഇല്ല, നബി തങ്ങളുടെ കാലത്ത് കമ്പ്യൂട്ടർ ഇല്ല, നബി തങ്ങളുടെ കാലത്ത് മോണിറ്റർ ഇല്ല. ഈ സാധനങ്ങളൊക്കെ പുതുതായി വന്നപ്പോ ഇത് ഇസ്ലാമിക പ്രബോധനത്തിന് വിനിയോഗിക്കുന്നതിൽ നബി തങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല, സഹാബികൾ ചെയ്തിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല, ഇമാമുകൾ ചെയ്തിട്ടുണ്ടോ എന്നതിന് പ്രസക്തിയില്ല. അപ്പൊ ഇത് ഇസ്ലാമല്ലേ? ഇത് ഇസ്ലാം അല്ലെങ്കിൽ ഇവിടെ മുജാഹിദുകൾ ഇസ്ലാം അല്ലാത്തത് ചെയ്യുന്നില്ല. സഹോദരങ്ങളെ, യഥാർത്ഥത്തിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കേണ്ട എവിടെ എത്തുന്നു നമ്മുടെ സമുദായം. നബി ചെയ്തോ എന്ന് ചോദിച്ച് ചാടി വരുമ്പോഴേക്ക് ബേജാറാകണ്ട. അപ്പൊ എന്തുണ്ടായിട്ടുണ്ട്? നബി ചെയ്തോ എന്നുള്ള ചോദ്യം നിരന്തരമായി നേരിടുകയാണ്. ആ നേരിടുമ്പോ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. ആർക്ക്? വലിയ ഹോജാക്കന്മാർക്ക്. ഇവരുടെ ഏറ്റവും വലിയ പ്രഭാഷകന്മാരുടെ കൂട്ടത്തിൽപ്പെട്ടൊരു ചങ്ങായത്. നിങ്ങൾ ആലോചിക്കണം എന്താ പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുണ്ടോ എന്ന് ചോദ്യം വന്നപ്പോ സഹിക്കുന്നില്ല. അപ്പൊ നബിയെ തള്ളിക്കളഞ്ഞു. നബി പറയണ്ട, നബി പ്രവർത്തിക്കണ്ട, മൗനാനുവാദം നൽകണ്ട. അടിസ്ഥാനപരമായി ഇസ്ലാമിൽ ഉണ്ടായത് നബി പഠിപ്പിക്കാത്ത എന്ത് ഇസ്ലാമിടോ? ഏത് ഇസ്ലാം? നീ പഠിപ്പിച്ച ഇസ്ലാം ഏതാണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത ഏത് ഇസ്ലാം? സഹാബികൾ പഠിക്കാത്ത ഏത് ഇസ്ലാം? ആരുടെ ഇസ്ലാമാണ് നിങ്ങൾ ജനങ്ങളോട് പറയുന്നത് എന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കണം. ടിവിയും അതുപോലെ മോണിറ്ററും അതാണോ അത്? ഹദ്ദാദുർ റാത്തീബ് നടത്താൻ തെളിവുണ്ടോ എന്ന് ചോദിച്ചാൽ മോണിറ്റർ ഉണ്ടോന്നായോ? ഇവനൊന്നും വിവരല്ലേ? എന്താ ഈ കൗമിന്റെ അവസ്ഥ? TK അംസം വെറുതെ പറഞ്ഞല്ല, ഹാദാ ഖൗമുൻ ജാഹിലൂൻ. ഇന്റർവ്യൂല് പറഞ്ഞതാ. AP സുന്നികളെ കുറിച്ച് നിങ്ങൾക്ക് എന്തേ പറയാനുള്ളത്? ഞാൻ എന്ത് പറയാനാ? ഖിയാമത്ത് നാൾ വരെ നന്നാവുന്ന് എനിക്ക് അഭിപ്രായമില്ല. പിന്നെ ഹാദാ ഖൗമുൻ ജാഹിലൂൻ. ഞാൻ ചോദിക്കട്ടെ, ജനങ്ങളെ മതത്തിൽ ഓരോന്നുണ്ടാക്കല് മോണിറ്ററുള്ള പോലെയാ? ആണോ? കമ്പ്യൂട്ടറും വാച്ചും മൊബൈലും ഒക്കെ ഉപയോഗിക്കുന്ന പോലെയാണോ? ആണോ? സുബൈക്കുള്ള കുനൂത്തും അതുപോലെ തന്നെ നമസ്കാരത്തിന് ശേഷമുള്ള കൂട്ടുപ്രാർത്ഥനയും നബിദിനവും ഉറൂസും ഒക്കെ മോണിറ്റർ ഉണ്ടായ മാതിരി ഉണ്ടായതാ? ആണോ? ആണോ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. നബിദിനം കഴിക്കാത്തവൻ എന്താ പറയലു? ഓനാരാ? ഓ നബീനെ ധിക്കരിച്ചോന്നല്ലേ? മോണിറ്റർ വാങ്ങാത്തവൻ നബീനെ ധിക്കരിച്ചോ എന്ന് പറയാം ആരെങ്കിലും? വളരെ സിമ്പിളായ ഒരു ചാതി. ഒരാൾക്ക് കമ്പ്യൂട്ടറിലെ നേരിച്ചോ കാഫറാവോ? നേരെ മറിച്ച് നബിദിനം കഴിച്ചിട്ടില്ല നിങ്ങളുടെ ഭാഷയിൽ ആരാ? നബി വിരോധി അല്ലേ? മോണിറ്റർ ഇല്ലാത്തൊരുത്തൻ സുന്നി മുജാഹിദ് ആവോ? എന്താ ഈ പറയുന്നത്? അപ്പൊ മോണിറ്ററിൽ കാഫറോ?
ഈ വീട്ടിനോടൊക്കെ ആരെങ്കിലും ഇത് ജനങ്ങൾക്ക് മനസ്സിലാൻ പറയാം. ഇവന്റെ ഒക്കെ തലച്ചോറിൽ എന്താണുള്ളത് അള്ളാഹ്ക്കേ അറിയും. വെറുതെ ആയിരിക്കുമല്ലോ ടീച്ചർ ഈ ഭരിഞ്ഞ് കെട്ടുന്ന തലക്ക് ഭയങ്കര കെട്ട്. അവിടെ കെട്ട് ഇടക്കിടക്ക് തുറന്നുകൊണ്ടാണ് പല ആളുകളും മുജാഹിദ് ഉസ്താദിലേക്ക് വന്ന് ഇവിടെ ഇരിക്കുന്ന ഉസ്താദൊക്കെയുള്ള ആളുകൾ ആലോചിച്ചോക്കി. ഇനി ഈ കൗമ് ഇതിങ്ങോട്ട് കടക്കരുത് എന്നാ എന്തൊരു ചിന്തയാണ് ഈ കൗമിന്റെ ഒരു അവസ്ഥ എന്താണ് നിങ്ങൾ ആലോചിച്ച? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും ചെയ്യേണ്ട അങ്ങനെയാണോ? ദീനിലെ ഏതൊരു കാര്യവും മതപരമായ അഭിപ്രായ ഭിന്നത ഉണ്ടായാൽ 2 പോയിന്റുകൾ ശരിക്കും നമ്മളൊന്ന് മനസ്സിലാക്കണം. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തോന്ന് ചോദിക്കുമ്പോഴേക്ക് ചാടി വീണ്ട. കാരണം നബി ചെയ്യണമെന്നില്ല ദീനിൽ തെളിവാകാൻ. അപ്പൊ ഏതാ ദീൻ? നബി പഠിപ്പിക്കാത്ത ഏതാ ദീൻ? അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും എന്ന് പറഞ്ഞ് റസൂലിലൂടെ പൂർത്തീകരിച്ച ആ ദീനിനെ പറ്റി നമ്മൾ പറയുന്നത് എന്താണ്? ഫഅലൽ മുഅ്മിനി. ഇത് ആരുടെ ഉദ്ധരണി എന്നറിയോ? ഷെയ്ഖ് മുഹിദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി റഹ്മത്തുള്ളാഹി അലൈഹി ഗനിയത്തു താലിബീൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറയുന്ന വാക്കാണ്. എന്താ പറയുന്നത് അറിയോ? ഫഅലൽ മുഅ്മിനി ഇത്തിബാഉസ് സുന്ന വൽ ജമാഅ. ഒരു സത്യവിശ്വാസിക്ക് നിർബന്ധമാണ് എന്ത്? സുന്നത്ത് ജമാഅത്തിനെ പിന്തുടരുക എന്നത്. അസ്സുന്നത്തു മാ സന്നഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സുന്നത്തി എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദീനിൽ ചര്യയാക്കിയതാണ്. നബിയുടെ സ്വഹാബികൾ ഇജ്മാഅി പറഞ്ഞത് അതാ ദീന്, അതേ ദീന് എന്ന് പറയൂ. പൊന്മള അബ്ദുൽ ഖാദിർ മുസ്ലിയാർ സുന്നത്ത് ജമാഅത്ത് എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമുണ്ട്. അതിലെ വിശുദ്ധ പാരമ്പര്യം എന്നൊരു അധ്യായമുണ്ട്, 3ാമത്തെ ചാപ്റ്റർ. ആ ചാപ്റ്ററിൽ അയാൾ തീർത്തു പറയാൻ നബിയിൽ നിന്ന് സ്ഥിരീകരിക്കപ്പെടാത്തതൊന്നും മതാവൂല. പഠിച്ചോൽ എങ്ങനെ പറയുള്ളൂ? അതെ, നബിയിൽ നിന്ന് അതാ സുന്നത്ത്. അത് നിഷേധിക്കുക. റസൂലുള്ള പറഞ്ഞതാ. ഇതിനൊക്കെ നിഷേധിക്കാൻ കഴിയോ സമസ്തക്കാരെ? ഞാനും എന്റെ സ്വഹാബികളും ഇന്ന് എന്ത് വിശ്വസിച്ചുവോ, എന്താചരിച്ചുവോ, എങ്ങനെ ജീവിച്ചുവോ അങ്ങനെ ജീവിക്കുമ്പോഴാണ് ദീനാവുക. ഇത് പറയുന്ന മുജാഹിദുകൾ ദീനിന്ന് പുറത്ത്, ഇതിനെ എതിർക്കുന്ന സമസ്തക്കാരെ ദീനിനകത്ത്. എന്തൊരു പുതുമയാണ് മനുഷ്യരെ ഇത് നിങ്ങൾ കേട്ടതല്ലേ? ഇതൊന്നും കളവല്ലല്ലോ. ഇതിന്റെ ഒന്നും അപ്പുറം കേൾപ്പിക്കേണ്ടതില്ലല്ലോ. ഇല്ലല്ലോ, വളരെ വ്യക്തമാണല്ലോ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളെയും ആരാ തള്ളിക്കളഞ്ഞത്? ആരാ ഇവിടെ തള്ളിക്കളയുന്നത്? ഇവരാണ്. ഇവരെന്ത് ചെയ്യണമെങ്കിൽ ഇവർക്ക് അല്ലാഹുവിന്റെ റസൂലിനെ തള്ളണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താ? മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുന്ന. നാം പ്രവർത്തിക്കാത്തൊരു പ്രവൃത്തി ഒരാൾ ചെയ്താൽ അത് തള്ളണം. ഇയാള് പറയണതോ നബി ചെയ്യേണ്ടയില്ല, നമുക്ക് ചെയ്യാം. എങ്ങനെയുണ്ട് ഈ വസ്തുത നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോ ഒന്നാമതായി മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം പ്രമാണമാണ് വലുത്. ഒരു കാര്യം സ്വന്തമായിട്ട് ദീനിൽ ഉണ്ടാക്കാൻ പാടില്ല. മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. ഒരാളൊരു പ്രവൃത്തി പ്രവർത്തിച്ചു, നമ്മൾ പ്രവർത്തിക്കാത്തതാണ് റസൂലുള്ളാഹി പറയാൻ. നബി പ്രവർത്തിക്കണമെന്നില്ല എന്നാ ഈ ഖുറാഫി പറയുന്നത്. ഈ ജാഹില് പറയുന്നത് റസൂലുള്ളാഹി ചെയ്യണമെന്നില്ല. ഇവിടെ പറയുന്നത് എന്താണ്? മൻ അമില അമലൻ. ഒരാൾ ഒരു അമലിൽ നിന്നൊരു അമല് ചെയ്തു, എന്നിട്ട് നാം ചെയ്യാത്ത അമല് എങ്കിൽ ആ അമല് ദീനിൽ സ്വീകരിക്കപ്പെടില്ല. മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. നമ്മൾ പഠിപ്പിക്കാത്ത ഒന്ന് ദീനിൽ ആര് ചെയ്താലും അതിനെ തള്ളേണ്ടതാകുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ.